أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധമായ റമദാനു ഷരീഫിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ പഠന ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിദ്മകളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ മീസാനിൽ ഏറ്റവും വലിയ ഭാരം തൂങ്ങുന്ന ഇബാദത്തായി, സൽക്കർമ്മമായി അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ തദ്രീബും വിശുദ്ധ ഖുർആനിൻ്റെ ഈ സേവനങ്ങൾ, ഖിദ്മകൾ മുഴുവൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് കബൂലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറിയ രാപ്പകലുകളാണ്. തറാവീഹ് നിസ്കാരവും അതുപോലെ ഇഫ്താറുകളും നോമ്പ് തുറപ്പിക്കൽ, ഇങ്ങനെയുള്ള വലിയ വലിയ പുണ്യം ലഭിക്കുന്ന ഇബാദത്തുകളുമായാണ് വിശ്വാസികളൊക്കെ റമദാനിൽ വ്യാപൃതരാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. നമ്മുടെ ഇബാദത്തുകളിലൊക്കെ വരുന്ന വീഴ്ചകൾ ധാരാളം ഉണ്ടാവാം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും വരാതെ ഖിറാഅത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറ 87ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതാനുള്ളത്. ഓതാം നമുക്കില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا
بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين اللهم إنا نعوذ بك. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. Okay. ولقد آتينا موسى الكتاب وقفينا ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس. وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم. أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم അത് മാത്രം ഒന്ന് ഒതുക്കി. അൻഫുസുകുമുസ്തക്ബർതും ഫഫരീഖൻ കذبتم. ദാലിന് ആരോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സായാകാൻ പാടില്ല എന്ന് അല്ലേ? കذبتم ദാലിൽ നാവിൻ തലമേലെ മുൻപല്ലിൽ തട്ടിപ്പറയണം. ദാദീദൂദൻ ഉദനു പറഞ്ഞു പഠിക്കണം. ദാദീദൂദൻ كذبتم no. وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. ولما جاءهم كتاب من عند الله مصدق لما معهم ഒരുമിച്ച് നമുക്ക് ഒപ്പം ولما جاءهم كتاب من عند الله مصدق لما معهم ഒരുമിച്ചായില്ലേ? وكانوا من قبل يستفتحون على الذين كفروا. يستفتحون എങ്ങനെ യസ്തഫ്തിഹൂന ഒന്ന് പറഞ്ഞേ. യസ്തഫ്തിഹൂന ഹൂനയല്ല, യസ്തഫ്തിഹൂന. فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. പിന്നെ എങ്ങനെ
بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده. Okay? بغيا أن ينزل الله بغيا بغيا ألا بغيا فباءوا بغضب على غضب. إنجني أوكي. فباءوا بغضب على غضب وللكافرين عذاب مهين. പിന്നെ وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا. അതും നമ്മളൊന്ന് ഒരുമിച്ച് ഓതണം. ഒരുമിച്ച് എന്താണ് കുറച്ചാളുകൾ ഓതുന്നില്ലല്ലോ. ഒരുമിച്ച് وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم. പിന്നെയോ قل فلم تقتلون ആരോ തഖ്തു പറഞ്ഞു. തഖ്തു അല്ല, നമ്മൾ പഠിക്കാനിരിക്കുന്നുണ്ട് ഖൽഖലഹ് എന്ന സാധനം. ഖൽഖലഹ് ഖുതുബിജദ് കേട്ട കുറേ ആളുകളുണ്ട് ഇവിടെ അല്ലേ. ഖുതുബിജദ് അത് മുഴക്കത്തോടു കൂടി ഉച്ചരിക്കാൻ നമ്മൾ പറയാറുള്ളത്. മുഴക്കമൊക്കെ നമുക്ക് പഠിക്കാം. എന്താണെങ്കിലും ഇവിടെ ഇങ്ങനെ ഓതണം എന്നാ പറഞ്ഞത്. ഏത് തഖ്തുലൂന അല്ലാതെ തഖ്തുലൂന. തഖ്തുലൂന അല്ല. തഖ്തുലൂന ഖാഫ് ഖാ ബാ ജീം ദാൽ ഈ 5 അക്ഷരങ്ങളാണ് ഖുതുബിജദ് അല്ലേ. ഇങ്ങനെ നോക്കി. ഖുതുബിജദ് 5 അക്ഷരമിൽ ഖൽഖലത്ത് കൊടുത്തിട്ടോതേണം. അത് ഇത് ഇങ്ങനെയായി മുഴക്കി പറയണം. അങ്ങനെ തന്നെ അത് ഇത് ഇങ്ങനെ. ഓക്കെ. അപ്പോൾ قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. ഓക്കെ, എങ്ങനെയാ? ولقد جاءكم موسى بالبينات പിന്നെന്താണ് നിങ്ങൾ ഓർമ്മ സുമ്മ അതെ ثم اتخذتم العجل. യെസ്, ഒന്നുകൂടെ. ثم
യെസ്, കറക്റ്റായി. ചില ആളുകളൊക്കെ അവിടെ അക്ഷരങ്ങൾ ഹർക്കത്തുകളൊക്കെ മാറിപ്പോവാറുണ്ട് കേട്ടോ. വഅൻതും ളാലിമൂൻ. വഇദ് അഖദ്നാ, നേരത്തെ പറഞ്ഞു വഇദ് അഖദ് അല്ല എന്നെ. വഇദ് അഖദ്നാ മീസാഖക്കും. ഓ, നല്ലോണം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണിത്. ഏത്? മീസാഖക്കും. മീസാഖ കു, അതായത് ഖാഫ് തൊട്ടുടനെ കാഫ്. മീസാഖക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ മീസാഖക്കും രണ്ടും ഖാഫ് ആവും. അല്ലെങ്കിലോ മീസാഖക്കും രണ്ടും കാഫ്. പാടില്ല. എന്താവണം? മീസാഖക്കും. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. ഫൗഖക്കും അവിടെയുണ്ട് അല്ലേ. പിന്നെയോ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا. എങ്ങനെ? خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا. قالوا سمعنا وعصينا. എങ്ങനെ? قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم. قالوا سمعنا وعصينا وأشربوا 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 في قلوبهم العجل بكفرهم. قل بئس ما يأمركم به إيمانكم مد إن كنتم مؤمنين. പിന്നെയോ ഓക്കെ. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس. ശരിക്ക് നമുക്ക് ഒപ്പം ഓതല്ലേ. قل റെഡി. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين. فتمنوا الموت. അടുത്ത ആയത്ത് എങ്ങനെ തുടങ്ങും? ചില ആളുകൾ അവിടെ വലയതമന്നൗനഹു എന്ന് ശദ്ദുള്ള നൂനിന് ശേഷം വേറെ ഒരു നൂന് കൊണ്ടുവരാറുണ്ട്. എന്താ കാരണം എന്നറിയോ? അവർക്ക് മറ്റേ ആ ആയത്തില്ലേ അത് ഓതി പരിചയമുണ്ട്. വലായതമന്നൗനഹു എന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ആലോചിച്ച് നോക്കിയേ. അത് സാധാരണ ഓതുന്ന സൂറത്തിൽ അങ്ങനെ ഒരു പദം ഉള്ളത് കൊണ്ട് ഇവിടെയും വലയതമന്നൗനഹു നോ ഇവിടെ എങ്ങനെയാണുള്ളത്? വലയതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. ഒപ്പം വലയതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. ഇനി ബാക്കി. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ أَلْفَ سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَنْ يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ. قُلْ مَنْ كَانَ عَدُوًّا لِجِبْرِيلَ فَإِنَّهُ نَزَّلَهُ عَلَى قَلْبِكَ بِإِذْنِ اللَّهِ مُصَدِّقًا لما بين يديه وهدى وبشرى للمؤمنين.
من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. നോക്കിയേ, وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى യാ സുബ്ഹാനല്ലാഹ് ഹയവാത്തിന്ന. പടച്ചോനെ, ആരാ അവിടെ ഹയവാത്തിൻ എന്നോതിയത്? ഹയവാത്തിൻ ഇല്ലട്ടോ. നോക്കിയേ, ഹയാത്തിൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അറബി എഴുതും പോലെ അല്ല എഴുതിയിട്ടുള്ളത്. അതിൽ റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, പ്രത്യേകമായൊരു നിയമം. ഒരു 6 നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ആണ് ഒരക്ഷരം എഴുതേണ്ടതിന് പകരം വേറൊരു അക്ഷരം എഴുതുക എന്നുള്ളത്. നോക്കിയേ, ഹയാത്തിൻ എന്ന യാ എൻ്റെ ഫത്ഹനെ നീട്ടാൻ അലിഫ് എഴുതേണ്ടതിന് പകരം വാവ് എഴുതി. ഏതുപോലെയെന്നറിയാം? സലാത്ത് എന്നതിൽ വാവുള്ളതുപോലെ, സക്കാത്ത് എന്നതിൽ വാവുള്ളതുപോലെ, മിഷ്കാത്ത് എന്നുള്ളതിൽ വാവുള്ളതുപോലെ. അതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞത്. നോക്കിയേ, ബദലെന്ന വിധിയാണിതിലെ മൂന്നാമത്തത്, ഹറഫിനു പകരം മറ്റ് ഹറഫും വരലിത്. സലാത്ത് നോക്കിത് വാവ് അലിഫിനു പകരമ, സക്കാത്ത് റിബകളിലുള്ള വാവും ബദലത. ഹത കൊണ്ടെഴുതേണ്ട മഅസിയത്തിൻ്റെ താമാറ്റി ബാത്ത ആക്കിയതു ബദലിൻ്റെ. അതാണ് ബദൽ എന്ന നിയമം. ബദൽ, ആ നിയമത്തിന് അങ്ങനെ പേര് പറയാം. ബദൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, പകരം, ബദലായിട്ട് ബദൽ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതന്നെ പകരം. ഒരു ഹർഫ് എഴുതേണ്ടതിന് പകരം വേറെ ഒരു ഹർഫ് എഴുതുക. ഇപ്പോൾ ഹയാത്തിൻ എന്നുള്ളിടത്ത് അലിഫ് എഴുതേണ്ടതിന് പകരം വാവ് എഴുതുക. അപ്പോൾ എങ്ങനെ ഓതണം? ഇനി മേലിൽ ഹയവാത്ത് ഓതരുതേ. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ أَلْفَ سَنَةٍ لَوْ يُعَمَّرُ ഷദ്ദുള്ള മീം ഉണ്ടല്ലോ, ഷദ്ദുള്ള നൂൻ എങ്ങനെ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തേ? നൂനിന് മേലെ ഷദ്ദ് കൊടുത്താൽ ഇന്ന കുന്ന മിന്ന ഓതിരണേ. ഇന്ന കുന്ന മിന്ന ഓതരുതോതരുത്, അത് പിഴവായിടുമേ അല്ലേ? അങ്ങനെ തന്നെയാണ് ഷദ്ദുള്ള മീമും. നന്നായിട്ട് ഗുന്നത്ത് ചെയ്യണം. മീമിന് ജന്മനാ ഗുന്നത്തുണ്ട്. ഷദ്ദും കൂടെ ഉണ്ടാകുമ്പോൾ പറയും വേണ്ട, ഡബിൾ ഉണ്ടാവും. ഇങ്ങനെ പറയണം, കേട്ടോക്കിയേ. ഷദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. ഷദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി നൽകണേ, ഒന്നൽപ്പം ശ്രദ്ധയോടെ മിമ്മ എന്ന് ഓതണേ. അമ്മലമ്മ സുമ്മ എന്നു തന്നെയാവണേ. അമ്മലമ്മ സുമ്മ ഓതൽ ഒന്നു നിർത്തണേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പാട്ട് പാടി തന്നിരുന്നോ? നിങ്ങളൊന്നും പറയാനുണ്ടോ? അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഷദ്ദുള്ള മീമിൻ്റെ ഈ വരികൾ പാടി തന്നിരുന്നോ ഇല്ലയെന്നൊന്ന് പറയണേ. കമൻറ്റ് ബോക്സിലൊന്ന്. പാടിയിട്ടില്ല. പാടിയിരുന്നെങ്കിൽ പാടിയിരുന്നു. അത് എഴുതിയെടുത്ത് എത്ര ആളുകളുണ്ടാവും? എല്ലാവരും വേണമെന്നില്ല. എന്നാലും ഷദ്ദുള്ള മീമിൻ ഉന്നത്ത് നന്നായി നൽകണേ, അത് 2-3 തവണ അതിൻ്റെ കൂടെ ഇങ്ങനെ കേട്ടൊന്ന് പാടി പഠിച്ചു നോക്കി. അമ്മ ലമ്മ സുമ്മ എന്നു തന്നെയാവണേ. അമ്മ ലമ്മ സുമ്മ ഓതൽ ഒന്ന് നിർത്തണേ പ്ലീസ്, ഒന്ന് നിർത്തണേ അല്ലേ? അതങ്ങനെ തമാശയിലൂടെ ഇങ്ങനെ പാടി പിന്നെ ഷദ്ദുള്ള മീം കണ്ടാൽ ഉന്നത്ത് ചെയ്യും. ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനും ഉന്നത്ത് ചെയ്യണം എന്ന് ചെറിയ കുട്ടികൾക്കും കൂടെ അറിയാം, മദ്രസയിൽ പഠിക്കുന്ന. അപ്പോൾ ഉസ്താദ് ക്ലാസ്സിൽ ചെന്ന് ഷദ്ദുള്ള മീമും ഷദ്ദുള്ള നൂനും നന്നായിട്ട് ഉന്നത്ത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു.
കുട്ടിയല്ലേ. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഉമ്മ. ഉമ്മ എന്നുള്ളതിൽ ശ്രദ്ധയുള്ള മീമില്ലേ? അപ്പോൾ ഉമ്മാനെ ഇനി എങ്ങനെ വിളിക്കുക? ഉമ്മ. എന്താ മോളെ? ഒന്നുമില്ല. അപ്പോൾ ഉമ്മ. പിന്നെ എന്താ? ഇന്ന് ഒരു ഉസ്താദ് വന്നിരുന്നു. എന്നിട്ട് ശദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ആ വിഷയം കൽബിൽക്കൊന്ന് പതിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാട്ടാ. അപ്പോഴേ ശദ്ദുള്ള മീം, ശദ്ദുള്ള നൂൻ ഖുർആനിൽ എവിടെ വന്നാലും മണിക്കണം. ഓക്കെ. ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ലൗ യുഅമ്മറു എന്ന ശദ്ദുള്ള മീമിൻ്റെ ഉന്നത്ത് നഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. എനിയാണ് നിങ്ങളൊന്ന് ഓതി നോക്കിയേ. ലൗ യുഅമ്മറു അൽഫസന. ബാക്കി വമാ ഹുവ നിങ്ങളൊന്ന് നോക്കിയേ. വമാ ഹുവ ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് കിളിയായിട്ട് പറയണം. കിളിയായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ക്ലിയറായിട്ട് എന്ന്, വളരെ ക്ലിയറായിട്ട് എന്ന്. അതിന് പുതിയ ഒരു പദമാണ് ക്ലിയർ. വമാ ഹുവ ബിമുസഹ്സിഹിഹി. എങ്ങനെ? വമാ ഹുവ ബിമുസഹ്സിഹിഹി. മുസഹ്സിഹിഹി ആവാൻ പാടില്ല. മുസഹ്സിഹിഹി അതും പറ്റില്ല. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. പിന്നെന്താ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽമുഅ്മിനീൻ. പിന്നെയോ മൻ കാന അദുവ്വൻ ലില്ലാഹി. എങ്ങനെയാ? മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ. ബാക്കി وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. Okay. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. പിന്നെയോ അവകുല്ലമാ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും. അത് അവിടെ ആഹദു അഹ്ദൻ എന്ന ഐനുകൾ ആഹദു അഹ്ദൻ ഐനു പറഞ്ഞു പഠിച്ചിടണേ, ഐനാവുന്നതൊഴിച്ചിടണേ. എന്നൊരു പാടു പറഞ്ഞു രസിച്ചിടണേ. പറയണം. അങ്ങനെ പറഞ്ഞ് ശരിയാണോ? എന്നാലേ എന്നു പറയാൻ കഴിയുകയുള്ളൂ. നമ്മളെ നോമ്പ് കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ മഖ്റജും സിഫാത്തൊക്കെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ചൊല്ലി പഠിക്കും, വളരെ രസകരമായി പഠിക്കും.
അപ്പോൾ അറിയാം ഐൻ 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 എന്ന അക്ഷരമൊക്കെ. അപ്പോൾ അത് പറയാനും പരിശീലിക്കാനും ധാരാളം വഴികളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. ഒക്കെ പഠിക്കുന്നേ. ഓക്കെ. അവ കുല്ലമ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ബല്ലക്സറുഹും ബല്ല ബല്ല ബല്ലക്സറുഹും അല്ലല്ലോ, ബല്ല ബല്ല അല്ല, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. പിന്നെയോ ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله കണ്ടോ രണ്ട് കിതാബുണ്ട് കേട്ടോ. أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. ബാക്കി നോക്കിയേ. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. اوكي. واتبعوا ما تتلو الشياطين على ملك سليمان പിന്നെ وما كفر سليمان ولكن الشياطين كفروا പിന്നെ يعلمون الناس السحر وما أنزل على الملكين ببابل وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه പിന്നൊക്കെ മധ്യ وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه لا من فتح لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير നിർത്തുമ്പോൾ ഖൈർ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്
അല്ലേ? ലൗ കാനൂ യഅലമൂൻ. രണ്ടായത് കൂടെ നോക്കി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ വലിൽകാഫിരീന അദാബുൻ അലീം. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء اللهم اجعلنا في رحمتك والله ذو الفضل العظيم صدق الله العظيم. Okay. يا أيها الذين آمنوا لا تقولوا راعنا പിന്നെയോ وقولوا انظرنا واسمعوا وللكافرين عذاب أليم. അല്ലേ? ഹംസ കളഞ്ഞ് ഐന് കൊടുത്ത് അലീമായി മാറുന്നേ. അദാബിനു പിറകെ അലീമാനുള്ളത് പലരും ഐനായി മൊഴിയുന്നു. പാടിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് അദാബുൻ അലീം. പിന്നെയോ ما يود الذين كفروا من أهل الكتاب ولا المشركين. من أهل الكتاب يعني من أهل الكتاب ألا ولا المشركين أن ينزل عليكم أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء اللهم اجعلنا في رحمتك. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരെയാണ് അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ദുആയിരുന്നു, അല്ലാഹുമ്മ ജഅൽനാ ഫീ റഹ്മതിക്, സാധുക്കളായ ഞങ്ങളെയും അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിൽ ചേർക്കണേ. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ആയത്തിൻ്റെ ഭാഗമാണിത്. വല്ലാഹു, അവിടെ അല്ലാഹ് പറഞ്ഞത് നാവിൻ തല ലാമിൻ്റെ മഖ്റജിൽ തട്ടിയിട്ട്, ദുൽ ഫദ്ലി മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ. വോദ് അത് ദുൽ ഫദ്ലി. പിന്നെയോ അൽ അളീം, ദാൽ പോലെ സാ പോലെ നാവിൻ്റെ തല പല്ലിൻ്റെ അൽ അളീം. ശ്രദ്ധിക്കണേ, മൂന്നാണ്. ഇൻഷാ അല്ലാഹ് ഓരോന്നിൻ്റെയും മഖ്റജും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിയതും കേട്ടതും നമ്മൾ എഴുതിയതും ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹുവേ പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ഈ സമയത്ത് നിന്നിലേക്ക് ഉയർത്തുന്ന ആയിരക്കണക്കായ കരങ്ങളാണ് സാധുക്കളായ ഞങ്ങളെ നീ കൈതട്ടി ഞങ്ങളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ ഇജാബത്തുള്ള ദുആ ആയി നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പഠിച്ചവനെ അല്ലാഹുവേ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളറിയുന്ന അല്ലാഹ് എല്ലാവർക്കും എല്ലാ ഖൈറും നീ നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സലാമത്ത് തരണേ അല്ലാഹ്. രോഗികൾക്കൊക്കെ നീ കാമിലായ താമായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ ഗുരുതരമായ രോഗങ്ങളൊന്നും നിന്ന് ഞങ്ങളെയോ ബന്ധപ്പെട്ടവരെയോ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാർ, ആലിമീങ്ങൾ, നേതാക്കൾ, സദാത്യങ്ങൾ, പ്രവർത്തകർ അല്ലാഹുവേ എല്ലാവർക്കും നീ ഇസ്സത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരെ കീഴിലായി അവരെ തണലിലായി സാധുക്കളായ ഞങ്ങൾക്കും അതെല്ലാം നീ നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.
صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله